ചക്ക ഉണ്ടാവുന്ന സീസണായില്ലേ. അപ്പോൾ ചക്ക വെച്ചിട്ട് ഉപ്പേരിയും പുഴുക്കൊന്നും അല്ലാണ്ട് വെറൈറ്റി ആയി എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിയൻ ചക്ക കൊഫ്ത കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടി വേവിച്ച് വെച്ച ഇടിയൻ ചക്കയും ഉരുളൻകിഴങ്ങിലേക്കും നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ച് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി നമ്മൾ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുള്ളത് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് വെളുത്തുള്ളി മുഴുവനോടെ തന്നെ ഇട്ടാൽ മതി. നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നീട്ടിനരിഞ്ഞ സവാള, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അതിലേക്ക് നെടുകെ കീറിയിട്ടുള്ള പച്ചമുളക് അത് ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് കാഷ്നട്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, തക്കാളി എന്നിവ ചേർത്ത് വഴറ്റി ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസിലേക്ക് ഈ ഒരു ഗ്രേവി ഒഴിച്ചു കൊടുത്ത്, നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച ഗ്രേവി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കുക. നമ്മൾ കൊഫ്ത നമ്മൾ നേരത്തെ വറുത്ത് വെച്ചല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുത്ത് അതിനെ നന്നായി ഇളക്കിയൊന്നും കൊടുക്കണ്ട കേട്ടോ. അതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചട്ടി വെച്ചിട്ടൊന്നൊന്ന് തിരിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ കൊഫ്റ്റൊക്കെ പൊട്ടിപ്പോകും. അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുക. ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചക്ക ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.